നമ്മളെല്ലാവരും ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? നവോദയയുടെ ക്ലാസ് അല്ലേ? നിങ്ങളെല്ലാവരും തന്നെ പഠിക്കുന്നുണ്ടോ? നവോദയ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഏ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ. കമൻറ്റ് ബോക്സ് വായിച്ചപ്പോൾ തന്നെ. കാരണം നിങ്ങൾ നല്ല സ്മാർട്ടായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം സ്പോട്ടിൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഈ ഇൻട്രസ്റ്റ് ലാസ്റ്റ് വരെ കീപ്പ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? ഏ ഓക്കെ. പിന്നെ പലരും ചോദിച്ചിരുന്നു എൻ്റെ പേര് നിമ്മി ആൻഡ്രൂസ് എന്നാണ്. നിങ്ങളെ പഠിപ്പിക്കും നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി ക്ലാസ്സുകൾ ചെയ്യുന്നത് ഞാനായിരിക്കും. ഓക്കെ. നോ സൗണ്ട്. എടാ മക്കളെ സൗണ്ട് ഇല്ലടാ. എടാ സൗണ്ട് ഇല്ലെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണടാ. ഹലോ സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേടാ സൗണ്ട് ഉണ്ടെന്ന്. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. ചിലർ സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ്. സൗണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? സൗണ്ട് ഉണ്ടെങ്കിൽ എസ് എന്ന് പറയാമോ? എസ് എന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ? സൗണ്ട് ഉണ്ടെങ്കിൽ എസ് എന്ന് പറയൂ. അല്ലെങ്കിൽ തംസപ്പ് ഇട്ടാലും മതി. വേഗം വേണേടാ. സൗണ്ട് ഇല്ല. കേൾക്കുന്നില്ലേടാ? ഹലോ ഹലോ. യെസ് സൗണ്ട് ഉണ്ട്. യെസ് സൗണ്ട് ഉണ്ട്. ഓക്കെ. സൗണ്ട് ഉണ്ട്. ഓക്കെ മക്കളെ. അപ്പം പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സൗണ്ട് ഉണ്ട്. ഓക്കെ. അപ്പം നമ്മളുടെ നവോദയ ക്ലാസ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ നവോദയ ക്ലാസ് നിങ്ങൾ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കാണും. മെൻ്റൽ എബിലിറ്റിയുടെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. മെൻ്റൽ എബിലിറ്റിയുടെ നിങ്ങൾ ഓൾറെഡി ഒരെണ്ണം പഠിച്ചല്ലേ? ഫസ്റ്റ് പാർട്ട് നിങ്ങൾ പഠിച്ചു. ഏതാണിത്? ഓഡ് മാൻ ഔട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പം ഈ പോർഷനിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ പേരാണ് ഇത് ഫിഗർ മാച്ചിങ്. അടുത്ത സെക്കൻഡ് പാർട്ടാണ് ഫിഗർ മാച്ചിങ്. അതിന് മുന്നായിട്ട് നവോദയ എക്സാംസ് എല്ലാവരും ക്രാക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയാണല്ലേ നമ്മൾ ഇത് പഠിക്കുന്നത്. ഈ എക്സാംസിന് വേണ്ടി നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ? അല്ലേ? അപ്പം ഈ ഒരു സ്പിരിറ്റ് ലാസ്റ്റ് വരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഓരോ ദിവസവും തരുന്ന വർക്ക്ഷീറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടി നല്ല മാർക്കിൽ നമ്മൾ പാസ്സാവുള്ളൂ. 8-10 ചിലർ ചോദിക്കുന്നുണ്ട് കമൻസിൽ. 8-10 9-10 വരെ ആയിരിക്കും കേട്ടോ നമ്മുടെ ക്ലാസ്. 9-10 വരെ. ഓക്കെ. ആരും പോകരുത് കേട്ടോ അതിൻ്റെ മുമ്പിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയറിൽ നവോദയ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എത്ര എഫേർട്ട് എടുക്കാമോ അത്രത്തോളം നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ. ക്ലിയർ ആവുന്നുണ്ടോ കാര്യങ്ങൾ? അപ്പോൾ എന്താണ് മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ? എത്ര പോർഷൻസ്, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും മെൻ്റൽ എബിലിറ്റിയുടെ നമ്മളുടെ നവോദയ എക്സാംസിൽ? ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? എത്ര മെൻ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? ആരെങ്കിലും കമൻറ്റ് ചെയ്യാമോ? എത്ര മെൻ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് നവോദയ എക്സാംസിന് ഉണ്ടാവും? എത്ര ഉണ്ടാവും? ആരും റിപ്ലൈ പറയുന്നില്ല. ഹലോ, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നില്ലടാ മക്കളെ. നോ, 60 40 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക്. ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണ് മെൻ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 50 മാർക്ക് കിട്ടും. അതായത് ഓരോ ക്വസ്റ്റ്യനും 1.25 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കല്ല, 1.25 മാർക്കാണ്. അങ്ങനെ 10 ഭാഗങ്ങളായിട്ടാണ്. അതായത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അപ് ടു പാർട്ട് 10 വരെയാണ് നിങ്ങൾക്ക് എന്തുള്ളത് എക്സാംസിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, പാർട്ടുകൾ ഉണ്ടാവുക. അങ്ങനെയായിട്ടാണ് ഈ പറഞ്ഞ മെൻ്റൽ എബിലിറ്റി തരംതിരിച്ചിരിക്കുന്നത്. പാർട്ട് 1 നിന്ന് 4 ക്വസ്റ്റ്യൻസും പാർട്ട് 2 നിന്ന് 4 ക്വസ്റ്റ്യൻസും അപ് ടു പാർട്ട് 10 വരെ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് 50 ആയിരിക്കും. ടോട്ടൽ മാർക്ക്, അതായത് നവോദയ എക്സാംസിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 100-ലായിരിക്കും. ഈ ഔട്ട് ഓഫ് 100-ൽ 50 മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. നമ്മൾ പകുതി ജയിച്ചു എന്നാണ് പറയുക അല്ലേ? 50 മാർക്ക് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? പകുതി ജയിച്ചു എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പം പിന്നെയാണെങ്കിൽ മെൻ്റൽ എബിലിറ്റി ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മെൻ്റൽ പ്ലസ് എബിലിറ്റി അല്ലേ? മെൻ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? മെൻ്റൽ പ്ലസ് എബിലിറ്റി, മെൻ്റൽ എബിലിറ്റി എന്താ അത്?
അതായത് നമ്മളുടെ മാനസിക ശേഷി എത്രത്തോളാണെന്ന് അളക്കലാണത്. നമ്മളുടെ മാനസിക ശേഷി, നമ്മളുടെ ഒബ്സർവേഷൻ പവർ, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഒരു കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ അളക്കലാണ് എന്തെന്ന് പറയുന്നത്, മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത്. മെൻ്റൽ എബിലിറ്റിയുടെ പാർട്ട് 2 പോർഷനാണ് ഏതെന്ന് പറയുന്നത്, ഫിഗർ മാച്ചിങ്. എന്താണ് ഫിഗർ മാച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിഗർ മാച്ചിങ് കേട്ടിട്ടുണ്ടോ? ഫിഗർ മാച്ചിങ് എന്നുള്ളത് ഫസ്റ്റ് ടൈം ആണോ നിങ്ങൾ ഈ വേർഡ് കേൾക്കുന്നത്, ഫിഗർ മാച്ചിങ്? എന്താ ഇതിൻ്റെ മീനിങ്? ഫിഗർ പ്ലസ് മാച്ചിങ്. അതായത് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താ? ചിത്രം അല്ലേ? അത് ചിത്രമോ പിക്ചറോ എന്തെങ്കിലുമൊക്കെ മാച്ച് ചെയ്യുക അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊക്കെ സ്കൂളുകളിൽ, ഇപ്പം സ്കൂളൊക്കെ തുറന്നല്ലേ, സ്കൂൾ തുറന്നപ്പം നിങ്ങൾക്ക് പുതിയ ബുക്കുകളൊക്കെ കിട്ടിയില്ലേ? പുതിയ ബുക്കൊക്കെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പം നിങ്ങൾക്ക് കുറേ ബുക്ക് കിട്ടി, ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കുറേ ബുക്ക് കിട്ടിയില്ലേ? അതായത് നിങ്ങളിപ്പം 5ാം ക്ലാസ്സിലോട്ട് ജയിച്ചു, പുതിയ ക്ലാസ് റൂമാണ്, പുതിയ ടീച്ചേഴ്സാണ്, പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ പുതിയത് കിട്ടി. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? എൻ്റെ ഫ്രണ്ടിൻ്റെ ടെക്സ്റ്റ് ബുക്കും അതേ ഇത് തന്നെയാണോ എന്ന് നിങ്ങൾ നോക്കിയില്ലേ? എൻ്റെ അതേ പേജ് അവനുണ്ടോ, അവൻ്റെ അതേ പേജ് എനിക്കുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെന്താ? മാച്ചിങ് ആണോ എന്നല്ലേ നിങ്ങൾ ഇതിനകത്ത് നോക്കുന്നത് അല്ലേ? അതായത് ഇത് രണ്ടും മാച്ചിങ് ആണോ, എൻ്റെ ടെക്സ്റ്റ് ബുക്ക് അവൻ്റെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളതല്ലേ നിങ്ങൾ നോക്കുന്നത്? അപ്പോൾ അതിനെയാണ് ആ ഒരു മാച്ചിങ് നമ്മൾ നോക്കില്ലേ? ഇത് തന്നെയാണ് നമുക്ക് എന്തിനും വേണ്ടത്? ആ ഒരു ഒബ്സർവേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു പവറാണ് നമ്മളുടെ ആൻസർ ഷീറ്റിലും അല്ലെങ്കിൽ നമ്മളുടെ നവോദയ എക്സാംസിൽ ഈ പാർട്ട് 2 ഫിഗർ മാച്ചിങ് എന്നുള്ള ടോപ്പിക്കിൽ നമുക്ക് വേണ്ടത്. ആ ഒരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓൺലൈൻ ഷോപ്പിംഗ് നമ്മളൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണം അല്ലേ? സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യും അല്ലേ? പിക്ചറൊക്കെ കണ്ടിട്ട് നമ്മൾ ഓൺലൈനിൽ ഒരു സാധനത്തിന് ഓർഡർ പ്ലേസ് ചെയ്യും അല്ലേ? പ്ലേസ് ചെയ്യണ സമയത്തോ ആ സാധനം നമ്മൾക്ക് ഡെലിവറി ആയി ഓർക്കും. അതായത് ആ സാധനം നമുക്ക് ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പർച്ചേസിങ് ആപ്പ് നമുക്ക് കൊണ്ടു തന്നു. അപ്പോൾ നമ്മൾ എന്താ ആദ്യം നോക്കുക? ആ ചിത്രത്തിൽ അതേപോലെ തന്നെയാണോ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് എന്ന് നോക്കും അല്ലേ? അല്ലെങ്കിൽ എന്ത് പറയും നമ്മൾ, ഞാൻ ഓർഡർ ചെയ്ത് ഇതല്ല, ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല, അല്ലെങ്കിൽ ഈ പിക്ചറിൽ കണ്ട അതുപോലത്തെ സാധനം അല്ല നമുക്ക് കൈ കിട്ടിയെന്ന് പറയും അല്ലേ? അപ്പം അതാണ് നമ്മൾ എന്ത് പറയുന്നത്, മാച്ചിങ്. ആ ഫിഗറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? മാച്ച് ചെയ്യുവാണോ എന്ന് നോക്കുകയാണ് അല്ലേ? അതുപോലെ തന്നെ കുറച്ച് മാച്ചിങ് ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ അവർ തന്നിട്ടുണ്ടാവും, ആ ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ ഉണ്ടായിരിക്കും, ആ ഫിഗർ തന്നിരിക്കുന്ന ആൻസർ ഫിഗേഴ്സുമായിട്ട് മാച്ചിങ് ആണോ എന്നുള്ളത്. അതിലേതാണ് മാച്ച് ചെയ്യണത്? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ ആൻഡ് ഓപ്ഷൻ ഡി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം നമ്മൾ. അതിനുശേഷം OMR ഷീറ്റിൽ ബബിൾ ചെയ്യാം. ബബിൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ബബിൾ ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മാർക്ക് പോകും. ആ കറക്റ്റ് വട്ടത്തിനകത്ത് വൃത്തിയായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബബിൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളുടെ മാർക്ക് പോകും. അത് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. പിന്നെ 1-2 കോളംസ്, ഇപ്പോൾ എ ബബിൾ ചെയ്തതിന് ശേഷം ബി ബബിൾ ചെയ്യുക, ഇതായിരുന്നു തെറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കൊന്നും കിട്ടത്തില്ല. ക്ലിയർ ആയോ? എന്താണെന്ന് ഒരു ബേസിക് ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ക്ലിയർ ആവുന്നുണ്ടോ? എനിക്ക് എല്ലാവരുടെയും കമൻസും വായിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒരു ചെറിയ പോർഷൻ മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ഐഡിയയും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത് കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഇത് മനസ്സിലായോ? ഈ പോർഷൻസ് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. തംസപ്പ് ഇട്ടേ മനസ്സിലായവർ. ആവാത്തവർക്കും പറയാം കേട്ടോ. മനസ്സിലാവാത്തവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മിസ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണേ. അതുകൊണ്ട് മനസ്സിലായെങ്കിൽ തംസപ്പ് ഇടണേ. ഓക്കെ, മനസ്സിലായി? അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസിന് പുറകെ വരുന്നുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ തന്നെ ആൻസർ, ഞാൻ ആദ്യം നോക്കും കമൻസ് ബോക്സിൽ, നിങ്ങൾ തന്നെ ആൻസർ പറയുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, ആരാണ് ആദ്യം സ്പീഡിൽ കറക്റ്റായിട്ടുള്ള ആൻസർ പറയുന്നത് എന്ന് ഞാൻ നോക്കും കേട്ടോ. മനസ്സിലായെങ്കിൽ മാത്രമാണ് മനസ്സിലായി എന്ന് പറയാൻ പാടുള്ളൂ. കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ, മനസ്സിലായി. നോ സൗണ്ട്, മൈ ഗോഡ്. കേൾക്കുന്നില്ലേ? വേറെ ആർക്കും കുഴപ്പമില്ലല്ലോ? ഓക്കെ. നോ, ഈ സബ്ജക്റ്റ് ഓഡ് മാൻ ഔട്ട് അല്ല. ഈ സബ്ജക്റ്റ് ഫിഗർ മാച്ചിങ് ആണ്. നമുക്ക് ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. സ്ക്രീനിൽ കാണുന്നില്ലേ ഫിഗർ മാച്ചിങ് ആണെന്നുള്ളത്? ഓഡ് മാൻ ഔട്ട് അത് ഓൾറെഡി നിങ്ങൾക്ക് എടുത്ത സബ്ജക്റ്റ് ആണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. നമ്മളിനി അടുത്ത ഇതിലേക്ക് പോകാം. എന്താണ് ഫിഗർ മാച്ചിങ്? അതായത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. ഫിഗർ മാച്ചിങ് ഈസ് എ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി ഓർ ക്വസ്റ്റ്യൻ വെർ യു ഫൈൻഡ് ആൻഡ് മാച്ച് ഷേപ്സ്, പാറ്റേൺ ഓർ പിക്ചേഴ്സ് ദാറ്റ് ലുക്ക് ദ സെയിം ഓർ ആസ് സിമിലർ. അതായത് ഒരുപോലത്തെ പാറ്റേൺസ് ഇല്ലേ. നമ്മളുടെയൊക്കെ ക്ലാസ്സുകളിൽ ചിലപ്പോൾ നമുക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ഇരട്ട കുട്ടികൾ, ഐഡൻറ്റിറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ചില സമയത്ത് നമുക്ക് അവരാണോ ഇവരാണോ എന്ന് തിരിച്ചറിയില്ല അല്ലേ. അതേപോലെ ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ ഉണ്ടാവും, അതേപോലത്തെ ഫിഗർ എന്ത് ചെയ്യാം, ആൻസറിൽ നിന്ന് പിക്ക് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ പാർട്ട് 2 വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ്. എന്നാൽ നമുക്ക് കുറച്ച് പ്രാക്ടീസ് സെക്ഷനിലേക്ക് കടന്നാലോ. അപ്പം നിങ്ങൾക്ക് എന്താണെങ്കിലും മനസ്സിലാവും. നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ക്ലിയർ ആവും സംഭവം. കേൾക്കുന്നുണ്ടോ ജുവാന? ഓക്കെ, എനിക്ക് എല്ലാവരുടെയും പേര് വിളിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുക, ഞാൻ വല്ലപ്പോഴാണ് ഇത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. നമുക്ക് പോവല്ലേ പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക്? എല്ലാവരും റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? റെഡി? പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാവരും റെഡിയാണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഇതിനകത്ത് ആരാണോ ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ എന്നൊക്കെ പറയുന്നത് എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ഫസ്റ്റ് ആൻസർ ചെയ്യുന്ന ആരാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാമേ. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു ഫിഗർ കണ്ടോ, ഒരു ഓവൽ ഷേപ്പിൽ കാണാമോ നിങ്ങൾക്ക്? ഇതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഫിഗർ, ആൻസർ ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. എ, ബി, സി ആൻഡ് ഡി. ഫസ്റ്റ് ഇത് എ എന്താണെന്ന് നമുക്കറിയാം, ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഫിഗറാണ്. ദെൻ മറ്റൊരു ട്രയാങ്കിളാണ്. ദെൻ സി ഒരു സ്റ്റാറാണ്. ദെൻ ഡി എന്താണ്, ഒരു ഓവൽ ഷേപ്പ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാച്ചിങ് ഫിഗർ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി പറയാം ഏതാന്ന്. ഓപ്ഷൻ ഡി ആണ്. ഏതാണ് ഇതിൻ്റെ ആൻസർ ഫിഗർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി. എത്ര പേര് കറക്റ്റാക്കി? ഓപ്ഷൻ ഡി അല്ലേ? ക്ലിയർ ആയോ? കാര്യം എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും ആൻസർ കിട്ടിയല്ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ ഉണ്ട്. ഇതിന് കറക്റ്റായിട്ട് ആൻസറിൽ ഏതാണോ ഫിഗർ എന്നുള്ളത് നിങ്ങൾ കമൻസിൽ പറയണം കേട്ടോ. ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ ആൻഡ് ഓപ്ഷൻ ഡി ആണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് പറയണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ക്വസ്റ്റ്യനിൽ ഈ ഒരു ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഈ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓപ്ഷൻ ബി, വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കുക. ഒരു ഓവൽ ഷേപ്പ് ഉണ്ട്, അതിൻ്റെ നടുക്കൊരു സ്ക്വയർ ഉണ്ട്, അതേപോലത്തെ പിക്ചർ ഏതാണ് എന്നുള്ളത് ആൻസർ ഫിഗറിൽ നിന്ന് കണ്ടെത്തലാണ് നമ്മളുടെ ഡ്യൂട്ടി. ക്ലിയർ ആയോ? ഓപ്ഷൻ ബി, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. നല്ല കീൻ ഒബ്സർവേഷൻ വേണം കേട്ടോ ഇതിനകത്ത്. നമ്മൾ ചെയ്യുമ്പം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പിക്ചറിനെ പഠിക്കുക, എന്താണ് പിക്ചർ നോക്കുക, ദെൻ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക കേട്ടോ. എൻ്റെ ഹെൽപ്പ് വേണോ? അതായത് ഇതെന്താണ്, ക്വസ്റ്റ്യൻ ഫിഗറിൽ ഇതൊരു പിക്ചറാണ് അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇതിനെ നമ്മൾ ഇങ്ങനെ വെട്ടി 4ആയിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഈ പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ നെക്സ്റ്റ് പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടില്ല, ദെൻ നെക്സ്റ്റ് പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടില്ല, ദെൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഫിഗർ എങ്ങനെയാണ് നമ്മൾ ഈ ആൻസർ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്? നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ഒരു റൗണ്ടിനെ വരച്ചു. അതിനുശേഷം നമുക്കറിയാം ഇവിടെ ക്രോസ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ എന്താണ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ പോർഷൻ ഇവിടെ ചെയ്തിട്ടില്ല. സോറി മക്കളെ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പോർഷൻ എന്ത് ചെയ്തിട്ടില്ല, ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതല്ല ആൻസർ, ഓപ്ഷൻ എ അല്ല ആൻസർ എന്ന് ഇതിനകത്തുനിന്ന് വ്യക്തമായി അല്ലേ. കാരണം ഇവിടെ ഷെയ്ഡിങ് ഇല്ല. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഷെയ്ഡിങ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി?
ഇതല്ല ആൻസർ എന്ന് മനസ്സിലായി. ദെൻ ഇതിന് നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ഇതിനകത്ത് ഇവിടെ ഷെയ്ഡിങ് ഉണ്ട്, ഇവിടെ ഷെയ്ഡിങ് ഇല്ല, ഇവിടെ ഷെയ്ഡിങ് ഉണ്ട്, ഇവിടെ ഷെയ്ഡിങ് ഇല്ല. ദെൻ ഈ ഫിഗർ കറക്റ്റ് അല്ലേ? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 3 പോലെയല്ലേ ഇരിക്കുന്നത്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ പറ, നിങ്ങൾക്കറിയാമോ? ആൻസർ കിട്ടിയോ ആർക്കെങ്കിലും? ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാലും അറിയാം നമുക്ക് ഇതല്ല ആൻസർ, ദെൻ ഇതല്ല ആൻസർ നമുക്കറിയാം. കാരണം എന്താണെന്ന് ക്ലിയർ ആയോ? ഇവിടെ നമ്മളിതിനെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇത് ഷെയ്ഡഡ് പോർഷൻ ആണ്, ഇവിടെയും ഷെയ്ഡഡ് പോർഷൻ ആണ്, ഇവിടെയും ഷെയ്ഡഡ് പോർഷൻ ആണ്. ഓപ്ഷൻ ബിയിൽ മാത്രമാണ് ഇങ്ങനെ നമ്മളിതിനെ ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇവിടെയും ഷെയ്ഡഡ് പോർഷൻ, ഇവിടെയും ഷെയ്ഡഡ് പോർഷൻ, ഇവിടെയും ഷെയ്ഡഡ് പോർഷൻ വരുള്ളൂ. ക്ലിയർ ആയോ കാര്യങ്ങൾ? ക്ലിയർ ആയോ? ഓപ്ഷൻ ബി ആണ്, ബി ആണ് ആൻസർ. ആരാണ് ഓപ്ഷൻ ഡി ഒക്കെ പറയുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നോ? അല്ലല്ലോ. മനസ്സിലായോ നിങ്ങൾക്ക്? ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആൻസറോ? ബി. ഓക്കെ. എൻ്റെ പേര് നിമ്മി എന്നാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Then question number 4. Question number 4. Question എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇവിടെ ഒരു കണ്ണ് പോലെ ഒരു സംഭവം ഉണ്ടല്ലേ, ഒരു റൗണ്ടിനകത്ത് ഇവിടെ ഒരു കണ്ണ് പോലെ ഒരു സംഭവം ഉണ്ട്, ഇവിടെ 2 വര അല്ലേ, ലൈൻസ് ഉണ്ട്. ഇതേപോലെ ആരാണ് ഈ ഒരു ഫിഗറിൽ, ആൻസർ ഫിഗറിൽ എവിടെയാണ് അത് വരുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇത് 2 നോക്കുമ്പോൾ, എ നോക്കുമ്പോൾ എന്താണ്? ഇവിടെ ഒരു റൗണ്ടും ഇവിടെ ഒരു ലൈനും ആണുള്ളത്. അപ്പം ഇതാണോ? ഇതല്ല. ക്ലിയർ ആയോ? ഇവിടെ നിന്ന് തന്നെ ഇതല്ലാത്തതിൻ്റെ റീസൺ ക്ലിയർ ആയോ? നമുക്ക് റീസൺ അറിയണം കേട്ടോ, എന്തുകൊണ്ടാണത് അല്ലാത്ത, ആൻസർ അല്ലാത്ത എന്നുള്ള റീസൺ നമ്മൾ അറിയണം. അപ്പം ഓപ്ഷൻ ബിയോ, ഇവിടെ കണ്ണുണ്ട്, ഇവിടെയും കണ്ണുണ്ട്, ദെൻ എന്താണ്, ഇവിടെ ഒരു ലൈനുണ്ട്, ഇവിടെ ഒരു ലൈനുണ്ട്, ദെൻ സർക്കിളുണ്ട്, എല്ലാ കാര്യങ്ങളും സെയിം ആണ് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ റോങ് ആൻസർ, ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ അല്ലേ? ബാക്കിയുള്ളതൊക്കെ ചെക്ക് ചെയ്യുമ്പോഴോ ഇവിടെ ഇതില്ല, റൗണ്ട് ഇല്ല, അപ്പം ഇത് റോങ് ആണ്, ഇവിടെ ഇതും റോങ് ആണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടിയായിരുന്നോ? കിട്ടിയോ ആൻസർ? ആൻസർ കിട്ടിയായിരുന്നോ? ഓക്കെ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഞാനിതിന് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ആൻസർ ചെയ്യാമോ? ഇപ്പം ക്വസ്റ്റ്യൻ നമ്പർ 5 ആരൊക്കെ ചെയ്യും? ആരാദ്യം? നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ആരാണ് ആദ്യം ആൻസർ പറഞ്ഞതെന്നുള്ളത് നമുക്ക് നോക്കാം. ആരാണ് ക്വസ്റ്റ്യൻ നമ്പർ 5 ആൻസർ പറഞ്ഞത്? ഇറ്റ്സ് വെരി ഗുഡ്, വെരി ഗുഡ്. മൈ ഗോഡ്, എല്ലാവർക്കും ആൻസർ കിട്ടിയോ? വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇതോ? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ ഒരു ആരോ മാർക്ക് നമുക്ക് കാണാം, ഇവിടെ നമുക്ക് ഒരു ആരോ മാർക്ക് കാണാം, ദെൻ ഇവിടെ നമുക്ക് ഒരു ആരോ മാർക്ക് ഇവിടെയുണ്ട്. ഇതേപോലെ വരുന്ന ഏത് പിക്ചറാണ് ഉള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ സി ആണ് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ സി അല്ലേ ഇതിൻ്റെ ആൻസർ? എല്ലാവർക്കും കിട്ടിയല്ലോ ആൻസർ? വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയത് അല്ലേ? ഇതുമല്ല. കാരണം എന്താ? ഇവിടെ ഇങ്ങനെ ഇരിക്കണു, ഇവിടെ കണ്ടോ കറക്റ്റ് ആരോ പോയിൻ്റ് അല്ല, ഇവിടെ എന്തല്ല കറക്റ്റ് ആരോ പോയിൻ്റ് അല്ല, ഇവിടെയും കറക്റ്റ് ആരോ പോയിൻ്റ് അല്ല. സോ ഇതാണ് കറക്റ്റ് ആൻസർ, ഇത് റോങ് ആൻസർ ആണ്. ക്ലിയർ ആയല്ലോ?
ഓക്കെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 കിട്ടിയോ? ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? കിട്ടിയോ? ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? നിങ്ങൾ ആദ്യം ആൻസർ പറഞ്ഞിട്ട് ഞാനിവിടെ ആൻസർ പറയാൻ തുടങ്ങാവേ. ക്വസ്റ്റ്യൻ നമ്പർ 6. എ ബി സി ഒക്കെ ഉണ്ടല്ലോ. എന്താണ് എയും ബിയും സിയും ഒക്കെ ഉണ്ടല്ലോ? ഡി ആർക്കും വേണ്ടേ? ആ ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താണ്? ഒരു ഷേപ്പ് ഉണ്ടല്ലേ, ഇതിൻ്റെ 2 കോർണേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 2 വരകൾ ജോയിൻ ചെയ്ത ഒരു കോർണറിലാണല്ലേ. ഇവിടെയും 2 ലൈൻസ് ഇവിടെയും ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ലൈനാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 2 ലൈൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ. ഇവിടെ ഒരു ലൈനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഫിഗർ ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഫിഗറിൽ ഇവിടെ എല്ലാത്തിലും 2 പോയിന്റിങ് ഉണ്ട് അല്ലേ, ഓരോ കോർണേഴ്സിലും. പക്ഷേ അപ്പോൾ അതുകൊണ്ട് എന്താ, ഇത് തെറ്റാണ്. ഇവിടെ അങ്ങനെയല്ല, എല്ലാ കോർണേഴ്സിലും 2 ലൈൻ ജോയിൻ ചെയ്തിട്ടില്ല. ഇവിടെ 2 ലൈൻ, ഇവിടെ 2 ലൈൻ, ഇവിടെ ഒരു ലൈൻ, ഇവിടെ 2 ലൈൻ, ഇവിടെ ഒരു ലൈൻ, അങ്ങനെയുള്ള രീതിയിലാണിത് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ 2 കറക്റ്റാണ്, ക്വസ്റ്റ്യൻ ഫിഗറുമായിട്ട് കറക്റ്റാണ്, മാച്ചിങ് ആവുന്നുണ്ട്. ഇവിടെയും 2, ദെൻ ഇവിടെ 2, ഇവിടെ 1, ഇവിടെ 1. അപ്പം ഏതായിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ? ഇതായിരിക്കില്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കുറച്ച് പേരൊക്കെ തെറ്റിച്ചിട്ടുണ്ടല്ലോ. ഓപ്ഷൻ സി ആവുന്നില്ല, ഓപ്ഷൻ സി അല്ല. ക്ലിയർ ആയോ നിങ്ങൾക്ക്? കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറോ? ക്വസ്റ്റ്യൻ നമ്പർ 7. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഇതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടട്ടോ. എടാ സൗണ്ട് ഇല്ലടാ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? കുറച്ച് പേര് സൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഹലോ, സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഓപ്ഷൻ സി, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 7, ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 7 കിട്ടിയല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 7 ഓപ്ഷൻ എ അല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഓപ്ഷൻ ബി അല്ല, ബിക്കോസ് ഇവിടെ എന്താണ്, ട്രയാങ്കിൾ ആണ്, ഇവിടെ എന്താണ്, സ്ക്വയേഴ്സ് ആണല്ലേ, ഇവിടെയൊക്കെ സ്ക്വയേഴ്സ് ആണ്. സോ അതല്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത് ഇതല്ല, ബി അല്ല, എ അല്ല, ബി അല്ല, ദെൻ സി ആണ് ആൻസർ. കാരണം എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് ഇവിടെയാണ്. ദെൻ ഓപ്ഷൻ ഡിയും അല്ല. ക്ലിയർ ആയല്ലോ? എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻസർ. ഐ ക്യാൻ ഹിയർ. ഓക്കെ, പക്ഷെ ചിലവർക്കൊന്നും സൗണ്ട് കേൾക്കുന്നില്ല, ചിലവർക്കൊക്കെ സൗണ്ട് കേൾക്കുന്നു. അതെന്താ? സൗണ്ട് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു, കുറച്ച് പേര് പറയുന്നു. സൗണ്ട് ഇല്ല എന്ന് കുറച്ച് പേര് പറയുന്നു. ഇനി നിങ്ങളുടെ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതാണോടാ? ഞാനിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കേടാ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇതിൻ്റെ ഏതായിരിക്കും ആൻസർ? ക്വസ്റ്റ്യൻ നമ്പർ 8ൻ്റെ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഇതൊക്കെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. പക്ഷേ 2 മണിക്കൂറിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ടുള്ള ആൻസർ ബബിൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്.
പക്ഷേ ഈ പറഞ്ഞ കുറഞ്ഞ സമയത്തിനകത്ത് ഇതിനകത്തൊക്കെ 2-3 മിനിറ്റ് മാത്രമാണ് ഈ ഒരു കുറച്ച് പ്രോബ്ലത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ മെൻ്റൽ എബിലിറ്റി മാക്സിമം സ്പീഡിൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യണത് ഇതിനകത്ത്. കാരണം ടൈം അത്രയും കുറവാണ്. ഇപ്പം ഞാൻ ഇത്രയും ടൈം തരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈസി ആയിട്ടൊക്കെ തോന്നുന്നത്. പക്ഷേ ടൈം ലിമിറ്റ് വരുമ്പം ഇതൊക്കെ ഭയങ്കര സ്പീഡിൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ട് മൂവ് ചെയ്യാം. എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് മാത്സിലേക്കോ മറ്റു ലാംഗ്വേജിലേക്കോ ഒക്കെ മൂവ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ടൈം എടുത്തിട്ടാണെങ്കിൽ എല്ലാം മെൻ്റൽ എബിലിറ്റിയും വളരെ ഈസിയാണ്. പക്ഷെ ടൈം നമുക്ക് കിട്ടില്ല അന്നേരം. എക്സാമിൻ്റെ ടൈമിൽ 2 മണിക്കൂറിനകത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് പറയുമ്പോൾ 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 100 മാർക്കും ഉണ്ട് കേട്ടോ. അതായത് മാത്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അപ്പം മെൻ്റൽ എബിലിറ്റി സ്ട്രോങ് ആണെങ്കിൽ ബാക്കിയുള്ളത് കുറച്ചും കൂടി നമുക്ക് ടൈം കിട്ടും. നിങ്ങളൊക്കെ ഈ ചാനൽ ലൈക്ക് ചെയ്തായിരുന്നോ? ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്തോ? സബ്സ്ക്രൈബ് ചെയ്തോ ഈ ചാനലൊക്കെ? എങ്കിലാണ് ഇടയ്ക്ക് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാനും അപ്ഡേഷൻസ് എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ എന്തെങ്കിലും എക്സാം ഓറിയൻറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് കിട്ടുള്ളൂ. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും കറക്റ്റായിട്ട് വരിക? ഇതിൻ്റെ ആൻസർ എന്താ കറക്റ്റായിട്ട് വരിക? ഒരുവിധം എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ടുള്ള ആൻസർ തന്നെയാണ് ഇതിൻ്റെ ആൻസേഴ്സ്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സാണ്. ഓപ്ഷൻ എ ആണല്ലേ. ഇത് ഈ ഒരു ഷേപ്പും ഇവിടെ ഉണ്ട്, ദെൻ 2 പോയിന്റ് ഡോട്ട്സ് ഇവിടെയുണ്ട്, ദെൻ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ബാക്കിയുള്ള ഫിഗർ നോക്കിയാൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊന്നും അല്ല ഇതിൻ്റെ ആൻസർ എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. കീനായിട്ട് ഒബ്സർവ് ചെയ്യുക കേട്ടോ. കാര്യങ്ങളൊക്കെ ഒരു ഡോട്ട് പോലും വിട്ട് കളയരുത് കേട്ടോ. എന്തെങ്കിലും ഒരു ഡോട്ടോ ഒരു പോയിന്റോ ഉണ്ടെങ്കിൽ അത് നമ്മൾ അത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് വേണം ഒരു ആൻസർ പറയാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളുടെ ആൻസർ തെറ്റും. പിന്നെ നമുക്ക് അതിനകത്ത് OMR ഷീറ്റിൽ കട്ട് ചെയ്തിട്ട് എഴുതാനൊന്നും പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഒരേ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബബിൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കറുപ്പിക്കേണ്ടത് കേട്ടോ. ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ഇതിൻ്റെ ആൻസർ? കണ്ടുപിടിച്ച് നോക്കിയേ. കണ്ടുപിടിക്കൂ. ഓപ്ഷൻ എല്ലാ ഓപ്ഷൻസും ഉണ്ടല്ലോ ഇതിനകത്ത്. ഓപ്ഷൻ ചിലരൊക്കെ റോങ് ആക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലേ? ടോപ്പിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? കുറേ പേര് കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് കുറച്ച് പേര് തെറ്റിക്കുന്നുണ്ട്. അതെന്താ അതിൻ്റെ റീസൺ? നന്നായി ഒബ്സർവ് ചെയ്യുക. കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ ഒരു ആൻസർ പറയുള്ളൂ. ഓക്കെ, നമുക്കിത് ഡിസ്കസ് ചെയ്യാം. കുറേ പേര് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ നല്ല പിള്ളേരായതുകൊണ്ടാണ്. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അത്രത്തോളം വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് നിങ്ങളിതൊക്കെ കേട്ട് കറക്റ്റായിട്ടുള്ള ഒബ്സർവ് ചെയ്ത് ആൻസറൊക്കെ എഴുതുന്നത്. ഈ ഒരു സ്പിരിറ്റ് ലാസ്റ്റ് എക്സാം കഴിയുന്നവരെ വേണം കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താണ്? ഇവിടെ ഒരു ഫിഗർ ഇതുണ്ടല്ലേ, ചിത്രമുണ്ട്. ഇത് ഷെയ്ഡ് ചെയ്ത് വരണം. ഇവിടെ 2 ഡാർക്ക് കളർ ഷെയ്ഡ് ചെയ്തത്. ദെൻ ഇവിടെ ഒരു ട്രയാങ്കിൾ മുണക്കത്തെ ഒരു ഷേപ്പുണ്ട്. ഇവിടെയും ഷെയ്ഡ് ചെയ്യാത്തൊരു പോർഷൻ, ഇവിടെയും ഷെയ്ഡ് ചെയ്യാത്തൊരു പോർഷൻ. ഉള്ളിൽ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, അത് ഷെയ്ഡ് ചെയ്തിട്ടില്ല. ഉള്ളിലേക്ക് 2 ആരോസ് ഉണ്ട് ഒരു ട്രയാങ്കിളിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഫിഗർ. ഈ ഒരു ഫിഗർ ഇതേപോലെ തന്നെയാണോ ഇവിടെ? അല്ല, ഇതിനകത്ത് ഇവിടെയാണ് ഈ ഫിഗർ ഉള്ളത്. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ ഇവിടെ ആയിട്ടാണ് ഇതുള്ളത് അല്ലേ, ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ എന്താ? ആ ഒരൊറ്റ കാരണം കൊണ്ട് ഓപ്ഷൻ എ അല്ല. ചിലരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ എ, പക്ഷെ ഓപ്ഷൻ എ അല്ല. എന്താണ് റീസൺ? ഈ ഒരു സംഭവം, ഈ ഒരു ട്രയാങ്കിൾ എവിടെ വരേണ്ടിയിരുന്നത്? മേളിലായിരുന്നു വരേണ്ടിയിരുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ. പിന്നെ ഏതാ? ഓപ്ഷൻ ബി എടുക്കുമ്പോൾ എന്താ വരുന്നത്? ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ 2 സർക്കിൾസ് ഉണ്ട്, അകത്ത് ഷെയ്ഡ് ചെയ്യാത്ത സർക്കിളും ഉണ്ട്, 2 ആരോവും ഉണ്ട്, ഇവിടെയും കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതാ ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇവിടെ ആരോ മാർക്ക് ഇല്ലല്ലോ. ഓപ്ഷൻ സിയിൽ ആരോ മാർക്ക് ഇല്ല. പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ സിന്ന്, പക്ഷെ ഓപ്ഷൻ സിയിൽ എന്തില്ല? ഇവിടെ ആരോ മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഓപ്ഷൻ സി ആൻസർ അല്ലാത്തത്. ദെൻ ഇവിടെ എന്താ സംഭവിച്ചേ? നടുക്കത്ത് ഇത് ഷെയ്ഡ് ചെയ്തു അല്ലേ, അതുകൊണ്ട് ഇതുമല്ല ആൻസർ. ക്ലിയർ ആയോ?
പി ഈസ് ദി ആൻസർ. ഓക്കെ, ചിലവരൊക്കെ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ എയും ഒക്കെ ചിലർ കമൻറ്റ് ചെയ്യണം ഞാൻ കണ്ടിരുന്നു. അവർക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമോ? ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടാവുമോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം തെറ്റിച്ചവരൊക്കെ അടുത്ത ഇതിൽ കറക്റ്റ് ആക്കണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഇത് വളരെ ഈസി അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 10. ഇത് എങ്ങടാണ് ഈ ട്രയാങ്കിൾ ഇരിക്കുന്നത്? ഈ ഡയറക്ഷനിലാണല്ലേ, അപ്വേർഡ് ഡയറക്ഷനിലാണ് ഈ ട്രയാങ്കിൾ ഉള്ളത്. ഓക്കെ, അപ്വേർഡ് ഡയറക്ഷനിലാണ് ഈ ഒരു ട്രയാങ്കിൾ ഉള്ളത്. അങ്ങനെ ഓപ്ഷനിൽ ഏതാ ഉണ്ടാവുക? ഈ ഒരു ട്രയാങ്കിൾ അപ്വേർഡ് പോർഷനിൽ പോലും അല്ല. അപ്പോൾ ഇതല്ല ആൻസർ, ഇതല്ല ആൻസർ. ഇതിൽ രണ്ടിലും സിയോ ഡിയോ ആണ്. ഇനി നമ്മൾ നോക്കുക ഏതാണ് ഓപ്ഷൻ, സി ആണോ ഡി ആണോ ഓപ്ഷൻ എന്ന് മാത്രമാണ് ഇനി നമ്മൾ നോക്കേണ്ടതുള്ളൂ, ബാക്കിയുള്ള ഇത് പോയിന്റ്സ് വെച്ചിട്ട് അല്ലേ. അപ്പോൾ എന്താ, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, അതേപോലത്തെ സർക്കിൾ എവിടെയുള്ളത്? ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, പക്ഷെ ഷെയ്ഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ എന്താ, ഇവിടെയും ഷെയ്ഡ് ചെയ്തിട്ടില്ല, ഇവിടെയും. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി അല്ല ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡിയിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡിയോ അല്ല ആൻസർ. അങ്ങനെ എലിമിനേഷൻ മെത്തേഡിൽ കൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കിട്ടുന്ന ഫിഗറിൽ. അപ്പോൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കുറേ കുട്ടികളൊക്കെ കറക്റ്റായിട്ട് ആൻസർ. എനിക്കിത് വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു ചാറ്റ് ബോക്സ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത്രയും സ്പീഡിലാണ് നിങ്ങൾ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ അത്രയും എനർജി ഉള്ള പിള്ളേരായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും സ്പീഡിൽ. ഞാനിത് വായിക്കാൻ വരുമ്പോഴത്തേക്കും ഇത് ഓടിപ്പോയിക്കൊണ്ടിരിക്കുക, അത്രയും സ്പീഡിലാണ് കേട്ടോ പോണത്. വെരി ഗുഡ്. എന്താണെങ്കിലും ഓക്കെ, ഓപ്ഷൻ ബി അല്ലല്ലോ, ഓപ്ഷൻ ബി അല്ലല്ലോ മക്കളെ, ഓപ്ഷൻ ബി അല്ല. അമൃത, ഓപ്ഷൻ ബി അല്ല. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയോ ഓപ്ഷൻ ബി ആണോ അല്ലയോ എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. മനസ്സിലായല്ലോ? ഓപ്ഷൻ സി ഇസ് അഖില നായർ. ഓപ്ഷൻ സി ലിജി ഗംഗ. ഓക്കെ, കറക്റ്റാണ്. ആൻസേഴ്സ് ഒക്കെ കറക്റ്റാണ് കേട്ടോ. ഓപ്ഷൻ ബിയോ ഫോർത്ത് വണ്ണോ? അതെങ്ങനെ ഓപ്ഷൻ ബി ആവുന്നേ? ഓക്കെ, അഖില നായർ, സി ഓപ്ഷൻ കറക്റ്റ്. വെരി ഗുഡ്. ദെൻ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോയാലോ? ഇത് വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 11 ആൻസർ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഫിഗർ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഏതാണ് മാച്ചിങ് ആയിട്ടുള്ള ഫിഗർ എന്ന് കണ്ടുപിടിക്കാം. ഏതായിരിക്കും മാച്ചിങ് ആയിട്ടുള്ള ഫിഗർ? നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു 3 കോളംസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടല്ലേ ഇവർ. ഇങ്ങനെ ഒരു കോളം, ഇങ്ങനെ ഒരു ഇതല്ലേ, അതായത് ഒരു സർക്കിളിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അപ്പോർഷനിലാണ് കൂടുതൽ ഏരിയ വരുന്നത് അല്ലേ. അപ്പം നമുക്ക് അങ്ങനത്തെ ഫിഗർ ആദ്യം കണ്ടുപിടിക്കാം. ഈ ഫിഗറും അല്ല, ഈ ഫിഗറും അല്ല അല്ലേ. ഇതിൽ രണ്ടിലും എ ഓർ ഡി ആണ് നമ്മളുടെ ആൻസർ വരിക. അപ്പം എ ഓർ ഡി നമ്മളിനി ഒബ്സർവ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡിയിൽ എന്താണ്, മേളിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അടിയിൽ ഷെയ്ഡ് ചെയ്തിട്ടില്ല. നമ്മളുടെ ക്വസ്റ്റ്യൻ ഫിഗറിലും അങ്ങനെയല്ലേ. പക്ഷെ ഓപ്ഷൻ എയിൽ എങ്ങനെയാണ്, മേളിൽ ഷെയ്ഡ് ചെയ്തിട്ടില്ല, അടിയിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ അല്ലേ. അപ്പം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി ആണ്. വെരി ഗുഡ്. ഓമന അമൽ, ഓപ്ഷൻ ബി. വെരി ഗുഡ്. ഓപ്ഷൻ ഡി, സോറി, ഓപ്ഷൻ എ. മഞ്ജു, എന്ത് പറ്റി? ഓപ്ഷൻ എ അല്ലല്ലോ ആൻസർ. ഒന്നും കൂടി കീൺ ഒബ്സർവ് ചെയ്യുക. ഓപ്ഷൻ സി അല്ല ആൻസർ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹലോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. കറക്റ്റ് ആക്കി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, 5th one. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആണ് അല്ലേ? എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? നന്നായി ഒബ്സർവ് ചെയ്തിട്ട് മാത്രം ആൻസർ പറയാം കേട്ടോ. നിങ്ങൾ എല്ലാ ഓപ്ഷൻസും നിങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെയല്ല.
നിങ്ങൾ കറക്റ്റായിട്ട് നന്നായി ഒബ്സർവ് ചെയ്ത് നല്ല കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിലാണ് നമുക്ക് എക്സാമിന് ആ ഒരു പ്രാക്ടീസ് കിട്ടുള്ളൂ. കേട്ടോ? കേൾക്കുന്നുണ്ടോ? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 12. ഈ ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താ, ഏതായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ഈ ഒരു ഫിഗർ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഫിഗർ ഏതിലൊക്കെ ഉണ്ടാവുക? ഓപ്ഷൻ എ അല്ല എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ ഒറ്റയടിക്ക് മനസ്സിലാവും ഏത് ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി അല്ല എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒട്ടും ടൈം കളയാനില്ല. നമ്മുടെ എക്സാമിന് ഏറ്റവും നിങ്ങൾ സഫർ ചെയ്യാൻ വേണ്ടി പോണ കാര്യം, ക്വസ്റ്റ്യൻ ഒന്നും ടഫ് ആയിരിക്കില്ല, പക്ഷെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ടൈം മാനേജ് ചെയ്യാൻ മാത്രം നിങ്ങൾ എക്സാമിന് അത്രയധികം പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ടൈം മാനേജ്മെൻറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് തരുന്നത്. ഈസിയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാമിന് വരുന്നത്, പക്ഷേ ടൈം മാനേജ്മെൻ്റ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിനെ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെയാണ് ഈ ടൈം മാനേജ്മെൻറ്റ് പഠിക്കുള്ളൂ കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 12 എന്തായിരിക്കും ആൻസർ വരാം? ഈ ഫിഗർ ഇത് സിഒ അല്ലെങ്കിൽ ഡിയു ആയിരിക്കും. ഏതായിരിക്കും ആൻസർ എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സിഒ അല്ലെങ്കിൽ ഡിയു ആയിരിക്കും. ഏതായിരിക്കും ഇതിനകത്ത്? ഫസ്റ്റ് ഇത് ഇവിടെ ഒരു എന്തുണ്ട്, ഒരു സർക്കിൾ, പിന്നെ ഒരു വരയുണ്ട്, ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അല്ലേ, അത് ഇവിടെ ഷെയ്ഡഡ് പോർഷനാണ്. അപ്പോൾ അതുപോലെ തന്നെയാണോ ക്വസ്റ്റ്യനിലുള്ളത്? യെസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ, ഓപ്ഷൻ ഡി അല്ല ആൻസർ. കിട്ടിയോ? ചിലവരുടെ ആൻസർ തെറ്റിയതിന് കാരണം കീബോർഡ് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് തന്നെ പോകുന്നുള്ളത് കൊണ്ടാണോ? ഓക്കെ അതാണ്. ഓക്കെ അപ്പം ഓപ്ഷൻ സി ആണ് ആൻസർ. പക്ഷെ ചിലർ ബി എന്ന് പറയുന്നുണ്ടല്ലോ ആൻസർ. എന്ത് പറ്റി? ബി ഒന്നും കൂടി സൂക്ഷിച്ച് നോക്കൂ. ബി ഓൾറെഡി നമ്മൾ എലിമിനേറ്റ് ചെയ്ത കാരണം സെയിം പോലെയല്ല, പിക്ചറിൻ്റെ ഔട്ടർ ലൈൻ സെയിം അല്ല, അതുകൊണ്ട് നമ്മൾ ആദ്യം എലിമിനേറ്റ് ചെയ്തതാണല്ലോ ബി. ഓപ്ഷൻ സി ആണ് ആൻസർ, ഓപ്ഷൻ എ അല്ല. കവിത ബിനു, ഓപ്ഷൻ എ അല്ല കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കാര്യങ്ങൾ. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് കാര്യങ്ങൾ? എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വരിക? പാർട്ട് 2 ഫിഗർ മാച്ചിങ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ഇത്രയും പോർഷൻ ക്ലിയർ ആയവരൊന്ന് ഹാർട്ടിൻ്റെ സിമ്പിൾ ഇട്ടേ. ഇത്രയും പോർഷൻസ് ഒക്കെ ക്ലിയർ ആയവർ ഹാർട്ടിൻ്റെ ഒരു സിമ്പിൾ ഇടുക. ആ ഇമോജിയിൽ ഹാർട്ടിൻ്റെ സിമ്പിൾ ഉണ്ടല്ലോ, അത് വരണില്ലല്ലോ. മനസ്സിലാവാത്തതുകൊണ്ടാണോ അത് വരാത്തത്? ഈസി അല്ലേ മെൻ്റൽ എബിലിറ്റി? ആർക്കൊക്കെ ഇഷ്ടമാണ് മെൻ്റൽ എബിലിറ്റി? യെസ്, വെരി ഗുഡ്. ക്ലിയർ ആവുന്നുണ്ട് അല്ലേ? യെസ്, ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. നിങ്ങൾ എക്സാമിന് നല്ല സ്കോർ ചെയ്യില്ലേ, നല്ല മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യില്ലേ ഈ വരുന്ന എക്സാമിന്? ഈ ഒരു സ്പിരിറ്റ് എക്സാമിൻ്റെ അവസാനം വരെ വേണം. നിങ്ങളൊക്കെ സ്കൂൾ തുറന്നുകൊണ്ട് ആ ഒരു സ്പിരിറ്റ് ഇപ്പോൾ ഉണ്ടാവും. കുറച്ച് എക്സാംസും കാര്യങ്ങളും നിങ്ങൾ ബിസി ആയി കഴിഞ്ഞാൽ ഈ സ്പിരിറ്റ് വിടാൻ പാടില്ല. ഈ സ്പിരിറ്റ് ലാസ്റ്റ് എക്സാം വരെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുള്ളൂ അല്ലേ. നവോദയ സ്കൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചുമ്മാ പോയി അഡ്മിഷൻ കിട്ടുന്ന ഒരു സ്ഥലമല്ല എന്ന് നമുക്കറിയാം. അത്രയും എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ് അവിടെ അഡ്മിഷൻ കിട്ടുക അല്ലേ. അപ്പം നമ്മൾ അത്രയും നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് ആ സ്കൂളിൽ കിട്ടുള്ളൂ. ക്ലിയർ ആവുന്നുണ്ട്? വെരി ഗുഡ്, വെരി ഈസി. ഓക്കെ, പക്ഷെ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഒരു എക്സാമിൽ. ഓക്കെ, ടൈം മാനേജ്മെൻ്റ് ആണ് നിങ്ങൾക്ക് വരുന്ന ടാസ്ക് എന്ന് പറയുന്നത്. എക്സാംസ് എല്ലാം ഈസി ആയിരിക്കും. ഈവൻ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ലാംഗ്വേജിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാം ഈസി ആയിരിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യില്ല, ടൈമിൽ ചെയ്ത് തീരില്ല. അതുകൊണ്ടാണ് വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ വർക്ക്ഷീറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ തന്നെ ചെയ്യുക കേട്ടോ, ആരെക്കൊണ്ടും ചെയ്യിപ്പിക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യൂ എന്നൊന്നും പറയരുത് കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ തന്നെ ടൈം എടുത്തിട്ടാണെങ്കിലും ആ ഒരു ട്രാക്കിലേക്ക് എത്തുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എക്സാമിന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. വളരെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരുന്നത്, പക്ഷെ പ്രാക്ടീസാണ് നമുക്ക് കൂടുതൽ മാർക്ക് നേടിത്തരുന്നത് കേട്ടോ. ഓക്കെ,
ക്വസ്റ്റ്യൻ നമ്പർ 13. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 13. എല്ലാ പോയിന്റും ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് മാത്രമായിട്ടോ നിങ്ങൾ ഓപ്ഷൻസ് അമർത്താൻ പാടുള്ളൂ. നിങ്ങൾ എല്ലാ ഓപ്ഷനും എഴുതരുത്. അതായത് ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി, ചുമ്മാ അങ്ങോട്ട് നോക്കിയിട്ട് നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് മാത്രം ഓപ്ഷൻ ഇത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചിലവരുടെ ഒക്കെ തെറ്റ് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്, വീണ്ടും വീണ്ടും പറയുന്നത്. കാരണം ഇത്ര ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കുക? അബദ്ധം പറ്റണാണോ? അപ്പോൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. ഇതിന് ശേഷം മാത്രം എല്ലാ പോയിന്റ്സും, ഒരു കുത്തുണ്ടോ കോമയുണ്ടോ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിഗർ മാച്ചിങ്ങിൽ. അത്രയും പക്ക ഒക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഈ ഫിഗർ മാച്ചിങ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് ഇപ്പം നിങ്ങൾ പറയും ഇത് ഈസി ആണെന്ന്. ഇത് ഇത്രയും നന്നായിട്ട് നല്ല രീതിയിൽ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പാർട്ട് 3ലേക്കും പാർട്ട് 4ലേക്കും ഒക്കെ പോകാൻ പറ്റുള്ളൂ. ഓരോ ലെവൽസ് നമ്മളിപ്പോൾ ഗെയിം കളിക്കുന്ന പോലെയാണ് നമ്മളുടെ ഈ പറഞ്ഞ ഫിഗർ മാച്ചിങ് എന്ന് പറയുന്ന ടോപ്പിക്ക്. നമ്മളിപ്പോൾ ഗെയിം കളിക്കാറുണ്ട് അല്ലേ? നിങ്ങളെല്ലാവരും ഗെയിം കളിക്കും എന്ന് എനിക്ക് അറിയാം, മിസ്സിന് നന്നായിട്ട് അറിയാം. നിങ്ങളെല്ലാവരും ഗെയിം കളിക്കുന്നു. അതിനകത്ത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ കുറേ ലെവൽസ് ഉണ്ടാവില്ലേ? നമുക്ക് വളരെ ഈസി ആയിട്ട് കളിക്കാൻ ലെവൽ 1, ലെവൽ 2 ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കളിക്കാൻ പറ്റും അല്ലേ? പക്ഷെ കുറച്ചങ്ങോട്ട് ലെവൽസ് ആകുമ്പോഴത്തേക്കും കുറച്ച് പാടായിട്ട് വരും അല്ലേ? അതുപോലെ തന്നെയാണ് ഈ മെൻ്റൽ എബിലിറ്റി. ഇപ്പം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. നല്ല രീതിയിൽ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അടുത്ത പോർഷൻസ് ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ടഫായിട്ട് തോന്നും. അപ്പോൾ വീണ്ടും പ്രീവിയസ് പോർഷൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ല, അതില്ല ഇതില്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും മിസ് ഇത് പറയണത് കേട്ടോ. ഇന്ന് തന്നെ പ്രാക്ടീസ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് മിസ് കുറേ പ്രാക്ടീസ് പ്രോബ്ലംസ് തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? അതായത് ഇവിടെ ഒരു ഇതുണ്ട്, കൊളുത്തുണ്ട് അല്ലേ? നമുക്ക് ഈ ഒരു കൊളുത്ത് പൊണക്കത്തെ ഒരു സംഭവം കണ്ടോ? അതും ഫിഗറും തമ്മിൽ മാച്ച് ഇല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ കൊളുത്ത് അല്ലേ? അതുകൊണ്ട് ഇതല്ല എന്ന് നമുക്ക് പറയാം. ഇത് കണ്ടോ, ഇവിടെ ഈ ഡയറക്ഷനിലാണ് ഈ കൊളുത്ത് കിടക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഇങ്ങനെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് എന്താ, ഇതല്ല ആൻസർ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ളിലുള്ള ആ കൊളുത്ത് പോലത്തെ സംഭവം ഇവിടെയും അതുപോലെ തന്നെയാണ് കിടക്കുന്നത് അല്ലേ? പിന്നെ ഇവിടുത്തെ ഇതെല്ലാം കറക്റ്റാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ എ ആൻസർ അല്ല, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇവിടെ എന്ത് സംഭവിച്ചു, ഇത് ലെങ്ത് കൂടിയല്ലേ? അതായത് ഇവിടുന്ന് ഓക്കെ, ഇവിടുന്ന് ഇത്രയും ദൂരത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഫിഗറിൽ അങ്ങനെയല്ല, ഇത്രയും ദൂരത്തിലല്ല, അടുത്താണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതും ഓപ്ഷൻ അല്ല. ഇവിടെ കണ്ടോ, കറക്റ്റ് ഒരു ഇതിലല്ല വന്നിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഫിഗർ നമ്മൾ അത്രയും ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ഇവിടെയൊക്കെ വരകൾ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഏതാണ് ഓപ്ഷൻ വരാം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി കിട്ടിയായിരുന്നോ? ഓപ്ഷൻ സിയോ എന്ത് പറ്റി? ചിലവരുടെ ആൻസറൊക്കെ ഓപ്ഷൻ സി വന്നിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കീനായിട്ട് ഒബ്സർവ് ചെയ്യണം. ഫിഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഒന്നും കൂടി ഈ തെറ്റിയ ആൻസർ ഉള്ളവരുണ്ടല്ലോ, ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. കാരണം ചെറിയൊരു വ്യത്യാസത്തിൻ്റെ പുറത്താണ് നമ്മൾ മറ്റേ ഓപ്ഷനിൽ കൊണ്ടുപോയി ബബിൾ ചെയ്യണത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മാർക്ക് അവിടെ പോണത്. കിട്ടിയോ? ഓപ്ഷൻ ഡി അല്ല, ബിക്കോസ് ഓപ്ഷൻ ഡിയിൽ കുറേ വരകൾ എക്സ്ട്രാ ഉണ്ട് ആ കോർണേഴ്സിൽ. അതുകൊണ്ട് ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സിയും അല്ല, ബിക്കോസ് അതിൻ്റെ കറക്റ്റ് പോയിന്റ് അല്ല അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി അല്ലാത്തത്. ക്ലിയർ ആയോ? ഇത് ക്വസ്റ്റ്യൻ നമ്പർ 13 നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ നമ്പർ 13 ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ നമ്പർ 13 ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 14 നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് കേട്ടോ ആൻസർ പറയാവുള്ളൂ. നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം കേട്ടോ, എങ്കിലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഫിഗറിലേക്ക് പോകും, തെറ്റായ ഓപ്ഷനിലേക്ക് പോകും. അതുകൊണ്ടാണ് മിസ് ഇത് വീണ്ടും വീണ്ടും പറയണത്. ഒബ്സർവേഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ ഒരു ഫിഗർ മാച്ചിങ്ങിൽ മാത്രമല്ല, മെൻ്റൽ എബിലിറ്റി ടോപ്പിക്കിൽ തന്നെ നമ്മൾ അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ നല്ല ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്താലാണ് കറക്റ്റ് ആൻസർ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 14 എന്താണ്? ഒരു ലീഫാണല്ലേ ഇത്?
ഒരു ലീഫുണ്ട് ഇതിനകത്ത്. ദെൻ എന്താണ്, ലീഫുണ്ട്. ദെൻ ഇവിടെ ഒരു വരകളുണ്ട്, ഇവിടെയും വരകളുണ്ട്. ഇവിടെ ഒരു സ്ക്വയർ കണക്കത്തെ വരകളാണുള്ളത്. ഇവിടെ എന്താണ്, ഇവിടെ പക്ഷേ എന്താ ഉള്ളത് ആൻസർ ഫിഗറിൽ? ഏത് ആൻസർ ആയിരിക്കും കറക്റ്റായിട്ട് ഉണ്ടാവുക? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? പറയാമോ? കറക്റ്റ് സിമിലർ ആയിരിക്കണം കേട്ടോ. ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? മൈ ഗോഡ്, കുറേ പേര് കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. ആരാണ് ആദ്യം കറക്റ്റ്? കൃഷി. നല്ല സ്പീഡിലാണ് ചാറ്റ് ബോക്സ് പോണത്. നിങ്ങൾ ഭയങ്കര എനർജി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വരുമ്പോഴത്തേക്കും, ഞാൻ പേര് വായിക്കുമ്പോഴത്തേക്കും മേളിലോട്ട് പോവാണ് കേട്ടോ. ചാറ്റ് ബോക്സ് വളരെ സ്പീഡിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. വെരി ഗുഡ്. അതെല്ലാവരും ആൻസർ പറയുന്നുണ്ട്. അതാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായോ? അതുകൊണ്ടാണോ? ഓക്കെ, ഞാൻ പതുക്കെ പറയാൻ ആളുകളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പതുക്കെ പറയാം. ഓക്കെ, ഞാൻ നിങ്ങളുടെ സ്പിരിറ്റ് കാരണമാണ് എനിക്ക് ഇത്രയും സ്പിരിറ്റായി പോകുന്നത്. അതുകൊണ്ടാണ്, നിങ്ങളുടെ എനർജി കാരണമാണ് എനിക്ക് ഇത്ര എനർജി ആയി പോകുന്നത്. അതാണ് ഞാൻ ഈ സ്പീഡിൽ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? പറ. ഓക്കെ, വെരി ഗുഡ്. സ്പീഡാക്കുമോ എന്ന് ഒരാൾ സ്പീഡ് കുറയ്ക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. നിങ്ങൾക്ക് എന്താ ഇത് തീർക്കണം എന്നാണോ? ഇഷ്ടപ്പെട്ടില്ലേ? മെൻ്റൽ എബിലിറ്റി നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ടോപ്പിക്കാണോ? ആർക്കൊക്കെ മെൻ്റൽ എബിലിറ്റി ഇഷ്ടമുള്ള ടോപ്പിക്ക്? ആർക്കൊക്കെയാണ് മെൻ്റൽ എബിലിറ്റി ഇഷ്ടമുള്ള ടോപ്പിക്ക്? ഓക്കെ, ദെൻ ഇതിൻ്റെ ഓപ്ഷൻ നമുക്ക് എന്ത് പറയാം? നമുക്കിത് ഒബ്സർവ് ചെയ്യാലേ ആദ്യം. ഇവിടുന്ന് ഇങ്ങനൊരു വി ഷേപ്പ് കണക്കത്തെ ഒരു ലൈനാണ് ഇവിടെ ഉള്ളത് ഈ ലീഫിന്. പിന്നെ ഇവിടുന്ന് ഇവിടെ ഒരു ഇങ്ങനൊരു കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടുന്നും ഇങ്ങനൊരു കട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ ഫിഗർ എവിടെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് കാണുന്നത് അറിയാം എന്ത് വി ഷേപ്പാണ്. ഇവിടെയും നമുക്ക് ഇങ്ങനൊരു ഇതായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തന്നെയാണ്. ഇവിടെയും ഇതേപോലത്തെ തന്നെ ഫിഗറാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം അല്ലേ? ഓപ്ഷൻ എ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ഓപ്ഷൻ ബിയിലേക്ക് വരുമ്പോൾ എന്താണ്? ഇവിടെ ഇതായി പോയില്ലേ, ഈ ഒരു കോർണർ പോലെ ആയി പോയില്ലേ ഇവിടുത്തെ ഇതും അത് തമ്മിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട്, ഈ ഒരു പോർഷൻ കാരണമാണ് അത് വ്യത്യാസം ഉണ്ടായത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ദെൻ ഇവിടെ നോക്കുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ ഇങ്ങനെ വി ഷേപ്പായി പോയില്ലേ, അതുകൊണ്ട് എന്താണ്? ഇതും തെറ്റാണ്. ഇവിടെ എന്താ? ഇവിടെ ഈ ഒരു ഷേപ്പ് വി ഷേപ്പ് വരേണ്ടതിന് പകരം ഇങ്ങനെ വന്നു. ദെൻ എന്താണ്? ഈ ഓപ്ഷനും തെറ്റാണ്. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ, വെരി ഗുഡ്. പ്രാക്ടീസ് വേണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇപ്പോൾ സ്പീഡായോ? നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് സ്പീഡായോ? ഇത് പതുക്കെ ചെയ്യുന്നതിലല്ല കാര്യം, ഇത് സ്പീഡ് ചെയ്യുന്നതിലാണ് കാര്യം. കറക്റ്റ് ആൻസർ പിക്ക് ചെയ്യുന്നതിലാണ് കാര്യം. ഓക്കെ, ഓക്കെ. 9:10 വരെയാണ് കേട്ടോ നമ്മുടെ ക്ലാസ്. 9 മണിയായി എന്ന് പറഞ്ഞിട്ട് ആരും ഓടാൻ വേണ്ടി നിൽക്കണ്ട. 9:10 വരെയാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. ഓക്കെ, 9:10 വരെ ക്ലാസ് ഉണ്ട്. അർജുൻ സി ആൻസർ സി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെക്ക് ചെയ്യാം ആൻസർ. സി ഓക്കെ. യെസ്, 8:10 to 9:10 വരെയാണ് നമ്മൾ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ആർക്കും അതിൽ ഡൗട്ടില്ലല്ലോ? സി ആണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. ഇതിനകത്ത് വേറെ ഓപ്ഷൻ എ ആണെന്നൊക്കെ പറയുന്നുണ്ട്, ഓപ്ഷൻ സി ആണെന്ന് പറയുന്നുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്താലോ?
ഓക്കെ, ദെൻ ഓപ്ഷൻ ഏതാണ് നമുക്ക് ചെയ്യാം. ഈ ഫിഗർ ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15 ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് അല്ലേ, ഇത് കണ്ടോ, ഇവിടെ ഒരു സ്ക്വയർ ആണിത്, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ഷേപ്പ് തന്നെയാണ് ഫുള്ളായിട്ടുള്ളത് അല്ലേ, ഈ ഒരു ഷേപ്പ്. ഇവിടെ ഒരു ഡയമണ്ട്, ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇവിടെ സ്ക്വയറാണ്, ഇവിടെ സർക്കിളാണ്, ഇവിടെ ട്രയാങ്കിളാണ്. അതുകൊണ്ട് എന്തല്ല, ഇവിടെയും റോങ് ആയതുകൊണ്ട് ഇത് തെറ്റാണ്. ക്ലിയർ ആയോ? ഇവിടെ ശരിക്കും എന്തായിരുന്നു വേണ്ടത്, ഡയമണ്ട് ആയിരുന്നു, ഇവിടെ ശരിക്കും ട്രയാങ്കിൾ ആയിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഫിഗർ കറക്റ്റാണ്. പക്ഷേ ഈ ഫിഗർ തെറ്റാവാൻ കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കണോണ്ടാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. ഓപ്ഷൻ ബിയിൽ എന്താണ്, ഇവിടെ സ്ക്വയർ തന്നെയാണ്, ഇവിടെ ട്രയാങ്കിൾ വന്നു. അപ്പോൾ ഇവിടെ എന്താണ്, തെറ്റിയില്ലേ? ഇവിടെ ഇത് തെറ്റി, കാരണം ഇവിടെ സർക്കിളാണ് വരേണ്ടിയിരുന്നത് അല്ലേ, ഇവിടെയും തെറ്റി. അതുകൊണ്ട് ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ എന്താ, ഇവിടെ സ്ക്വയർ ആണ്, ഇവിടെ ഒരു സർക്കിളാണുള്ളത്, ഇവിടെ എന്താ ഡയമണ്ട് ഷേപ്പ് ഉണ്ട്, ദെൻ ഇവിടെ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആർക്കൊക്കെ കിട്ടി? അപ്പം ഓപ്ഷൻ ഡി ഇവിടെ തെറ്റാണ്. ബിക്കോസ് ഇവിടെ തന്നെ എന്താണ്, ട്രയാങ്കിൾ അവർ തന്നിരിക്കുന്നത്, സ്ക്വയർ അല്ലേ തരേണ്ടിയിരുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ആ ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ബി അല്ല കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്ത് പറ്റി, മനസ്സിലാവാത്തത് കൊണ്ടാണോ മഞ്ജു? ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 16. നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. എന്താണെങ്കിലും ഇതിൻ്റെ ആൻസർ കിട്ടും. ഇത്തിരി ടൈം എടുത്തിട്ടാണെങ്കിലും ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ആർക്കൊക്കെ പറയാൻ പറ്റും മെൻ്റൽ എബിലിറ്റിയിൽ 50 ഔട്ട് ഓഫ് 50 മേടിക്കും എന്നുള്ളതോ? ആർക്കൊക്കെ ഇപ്പോൾ പറയാൻ പറ്റും? എന്നിട്ട് നമുക്ക് ആഫ്റ്റർ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. മെൻ്റൽ എബിലിറ്റിയിൽ ആർക്കൊക്കെ 50 ഔട്ട് ഓഫ് 50 കിട്ടും? ഓക്കെ, കുറേ കറക്റ്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ചില ആൻസേഴ്സ് എന്താണ്, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഒക്കെ പറയുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. കുറേ ലൈൻസ് ഉണ്ടല്ലേ ഇതിനകത്ത്. ഈ ലൈൻസ് എങ്ങനെയൊക്കെയാണ് പോയിരിക്കുന്നത്? ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് ഉണ്ടല്ലേ ഈ നടുക്ക്. നമുക്കത് ആദ്യം നോക്കാം അല്ലേ, ഈ ഒരു ഫിഗറിൽ അതൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇവിടെ ഡയമണ്ട് ഷേപ്പ് ഉണ്ടോ? ഇല്ല, ഇതിനകത്തോടെ ഒരു വരയും കൂടി ഉണ്ട്. അപ്പോൾ എ അല്ല ആൻസർ. ഇവിടെ ഈ ഷേപ്പേ അല്ല അല്ലേ, അതായത് ഇവിടെ ഒരു ഡയമണ്ട് ഇതില്ല, ഫിഗറില്ല. അപ്പോൾ എന്താണ്, ഇതുമല്ല ആൻസർ. ഇവിടെ എന്താണ്, ഇവിടെ ഈ ഫിഗറുമായിട്ട് യാതൊരുവിധ മാച്ചും ഇല്ല. അതുകൊണ്ട് എന്താ, സി അല്ല ആൻസർ. പിന്നെ ഓപ്ഷൻ ഡി നോക്കുമ്പോൾ എന്താ, ഇവിടെ കറക്റ്റായിട്ട് ആ ഡയമണ്ട് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി കിട്ടിയായിരുന്നോ? വെരി ഗുഡ്, കിട്ടി എല്ലാവർക്കും. ഓപ്ഷൻ ഡി ഒരുവിധം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. സിജിമോൾ അലക്സ് 50 മാർക്ക് തന്നെ മേടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരാളാണ് ഞാൻ ചോദിച്ചിട്ട് മെൻ്റൽ എബിലിറ്റിയിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുമോയെന്ന് ഞാൻ ചോദിച്ചിട്ട് ഒരാളാണത് പറഞ്ഞത് കേട്ടോ. സിജിമോൾ അലക്സ്, വെരി ഗുഡ്. നിമിഷ കെ മീ എന്ന് പറയുന്നുണ്ട്. നോട്ട് 15 ക്വസ്റ്റ്യൻ സി. ഓക്കെ, സി അല്ലല്ലോ ആൻസർ, ഡി ആണല്ലോ ആൻസർ. 15 സി അല്ല കേട്ടോ ആൻസർ. പ്രീത ജയൻ, എന്ത് പറ്റി മനസ്സിലായില്ലേ? അനു പി ജെ 50 ഔട്ട് ഓഫ് 50 കിട്ടുമെന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ആ സ്പിരിറ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17.
വളരെ ഈസിയാണ് അല്ലേ? വളരെ ഈസി. ഇത് എല്ലാവർക്കും ചെയ്യും. ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ പറ ഇതിൻ്റെ ആൻസർ. ബിക്കോസ് ഇത് ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 17 എന്ന് പറയുന്നത്. ഓക്കെ, അർജുൻ മീ ഫുള്ള് കിട്ടും. ലിജി ഷാബു ഫുൾ മാർക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ എന്താണെങ്കിലും സ്കോർ ചെയ്യും, നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു എൻട്രൻസ് ജയിക്കുന്ന എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ഇതിൻ്റെ ആൻസർ വേഗം ചെയ്യണേ, നമ്മുടെ ടൈം എൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 9:10 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 9:06 ആയി ഇപ്പം. ഇതിൻ്റെ ആൻസർ വേഗം ചെയ്യണേ. ഓപ്ഷൻ ഏതാണെന്ന് വേഗം പറയണം കേട്ടോ. 100 മാർക്ക് സ്കോർ ചെയ്യുന്നതാണ് കവിത വിനു പറഞ്ഞിരിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഇതെല്ലാവർക്കും പറയാൻ പറ്റില്ലേ ഇതിൻ്റെ ആൻസർ ഏതാണെന്നുള്ളത്. ഇതുപോലെ ഇരിക്കണത് ഏതാ ഉള്ളത്? ഓപ്ഷൻ ബി ആണുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 17 പോലെ ഇരിക്കുന്നത് ഏതാ? ഓപ്ഷൻ ബി ഏ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതുമല്ല, ഇതുമല്ല ആൻസർ, ഇതുമല്ല ആൻസർ. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഓക്കെ, ഞാൻ പറഞ്ഞു, കുറേ പേര് പറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പം നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയോ? നിങ്ങൾക്ക് ഈ ഒരു ഇതിന് സബ്ജക്റ്റിൽ മെൻ്റൽ എബിലിറ്റി എന്നുള്ള ടോപ്പിക്കിൽ കിട്ടുന്ന ഉറപ്പായോ? മെൻ്റൽ എബിലിറ്റി സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലായില്ലേ? ഫുൾ മാർക്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇത് നമുക്കിനി ടൈം വളരെ കുറച്ചേ ഉള്ളൂ. 3 minutes ആണ് നമുക്കിനി ഉള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങൾ കമൻസ് ആയിട്ട് ഇടണം കേട്ടോ, അതിൻ്റെ ആൻസർ. പെട്ടെന്ന് നോക്കണേ. ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 18 വളരെ ഈസിയാണ്. നമുക്ക് ടൈം വളരെ കുറച്ചാണുള്ളത്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സാരമില്ല, മിസ് ഇത് വർക്ക്ഷീറ്റ് വഴി നിങ്ങൾക്ക് തരാം കേട്ടോ, അയച്ചു തരാം. ഈ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ആ ക്വസ്റ്റ്യൻസൊക്കെ വർക്ക്ഷീറ്റ് വഴി അയച്ചു തരാം. നിങ്ങളത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ കീ പറയാം. നിങ്ങൾ ഫസ്റ്റ് ചെയ്യാം, ദെൻ അതിനുശേഷം നമ്മൾ ആൻസർ കീ തരാം കേട്ടോ. യെസ്, ഇതിൻ്റെ ആൻസേഴ്സ് വന്നു തുടങ്ങി. വെരി ഗുഡ്, വെരി ഗുഡ്. ഷോ നിഖില, ലിജി, കറക്റ്റായിട്ടുള്ള ആൻസേഴ്സാണ് നിങ്ങൾ പറയുന്നത് കേട്ടോ. ഓക്കെ, 9:08 ആയി. നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. ഇതിൻ്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്താലോ? നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഇത് കാണിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു ട്രയാങ്കിളാണ്, ഷെയ്ഡ് ചെയ്യാത്ത ട്രയാങ്കിളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു റെക്ടാങ്കിൾ ഉണ്ട് അല്ലേ, പിന്നെ ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്, ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയിലേക്ക് വരുമ്പോൾ എന്താ? ഓപ്ഷൻ എയിൽ ഇവിടെ ഇത് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ഫിഗർ അല്ല ആൻസർ എന്ന് മനസ്സിലായി. കാരണം ട്രയാങ്കിൾ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതല്ല ആൻസർ എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. പിന്നെ ഓപ്ഷൻ ബിയിലേക്ക് നോക്കുമ്പോൾ എന്താ? ഇവിടെ ഇത് ഏകദേശം കറക്റ്റ് അല്ലേ? മാച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഈ ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, ഇവിടെ സ്റ്റാർ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടിയാലും ഓടിച്ചാടി പോയിട്ട് നിങ്ങൾ ബബിൾ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ടുള്ള ആൻസർ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് ശേഷം വേറൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കറക്റ്റ് ഓപ്ഷനിൽ പോയിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ABCD എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബബിൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങളത് ബബിൾ ചെയ്യണം കേട്ടോ കറക്റ്റായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓപ്ഷൻ ബി ഇങ്ങനെ കറക്റ്റായിട്ട് ബബിൾ ചെയ്യണം. കറക്റ്റായിട്ട് ഇതുപോലെയല്ല, നല്ല രീതിയിൽ ബബിൾ ചെയ്യണം കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ ബബിൾ ചെയ്തെടുക്കണം. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? 9 മണി അല്ല ക്ലാസ് ടൈം, 9:10 വരെ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ 9 മണി തീർന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ഇപ്പോഴാണ് ശരിക്കും ക്ലാസ് തീർന്നത്, 9:10 ആയി. ഓക്കെ, ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ?
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത ക്ലാസ്സിനെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം കേട്ടോ, എജു വൈബിൻ്റെ ഇങ്ങനത്തെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും വന്ന് ജോയിൻ ചെയ്യാമെന്ന് പറയണം കേട്ടോ. ബെല്ലൈക്കണം നിങ്ങൾ ഇതാക്കുക കേട്ടോ, ബെല്ലൈക്കണം അമർത്തുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. 9:10 നമ്മളുടെ സമയം കഴിഞ്ഞു. പക്ഷെ ഞാൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തരാം, നിങ്ങളത് ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാം നല്ല കുട്ടികളായിരുന്നേ. അതുകൊണ്ട് താങ്ക് യു ഫോർ ഓൾ.